ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് പ്ലാങ്കോടിക്കാവ് എക്കോ ടൂറിസം പോയിൻറ്റിലോട്ടാണ്. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 65 കിലോമീറ്റർ, അതായത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 65 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് ഈ സ്ഥലം. അപ്പോൾ എന്താ പറയുക, നേരത്തെ കൂട്ടി പ്ലാനിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. രാവിലെ എണീച്ച് റീൽസിൽ കണ്ടപ്പോഴത്തേക്കും പോകുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ നോക്കിയതും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവൽ തന്നെയാണ് ഇന്ന് നോക്കിയത്. കാരണം ഈ മസിത്തിരി കുറച്ച് ടൈറ്റാണ്. സോ ഒരു വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ എന്താ പറയുക, ഏകദേശം ഒരു മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. വരുന്ന വഴിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഗൂഗിൾ മാപ്പ് നോക്കി തന്നെയാണ് ഞാൻ പോകുന്നതും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെപ്പറ്റി നോക്കാം. ഓക്കെ. ഗൈസ്, എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള നമ്മൾ കൂനിച്ചിമല എന്ന് പറയുന്നൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എക്സാക്റ്റ് അതിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ എന്താ പറയുക, ആ പാറയുടെയൊക്കെ പിറകിലായിട്ട് വരും ഈ സ്ഥലം. ഇതിപ്പോൾ ഇതാണോ ഏതാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വന്നത് ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പ് കൊണ്ടുവന്ന് എത്തിച്ചത് ഇവിടെയാണ്. സോ എന്താ പറയുക, നമ്മൾ ഈ പിറകിൽ കാണുന്ന മലയാണ് കാളിമല, കൂനിച്ചിമലയുടെ അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മല ഇതാണ്. എന്താ പറയുക, നല്ല സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഗൈസ്. ചുറ്റും ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ നടുക്കായിട്ട് ഒരു എന്താ പറയുക, ഒരു ക്യാമ്പിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് സമയവും മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ നല്ല എന്താ പറയുക, കാർമേഘമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, സമയം കളയണ്ട, ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യണം. എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ കുറേ സ്ഥലങ്ങൾ, അതായത് ഈ സ്ഥലത്ത് തന്നെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറി എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഈ മലയുടെ പിറകിലായിട്ട് വരും നമ്മളന്ന് പോയ കൂനിച്ചിമല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തും. എൻ്റെ കൊച്ച് നമ്മളിതായി ഇതുവഴിയാണ് വരുന്നത്, ഈ റോഡ് വഴിയാണ് വരുന്നത്. എന്താ പറയുക, ലോക്കൽ സൈറ്റാണ്. എന്താ പറയുക, എക്കോ ടൂറിസം ആണെങ്കിൽ പോലും ലോക്കൽ സൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. താഴെ കൊക്കയാണോ? അതെ, താഴോട്ട് കൊക്കയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നൊക്കെ നോക്കിയിട്ടൊക്കെ വരാം. എന്തോ കൺസ്ട്രക്ഷൻ വരാനുള്ള ഇതായിരുന്നു കേസ്. അപ്പോൾ മുടങ്ങിയതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ഇതിൻ്റെ മുകളിലാണ് എനിക്ക് തോന്നുന്നു വാച്ച് ടവറോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ് അവർ ഉദ്ദേശിച്ചത്. എന്തായാലും പാതി എന്ന് പറയാൻ പറ്റത്തില്ല, തുടക്കത്തിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ് ഗൈസ്. പിന്നെ എന്താ, കംപ്ലീറ്റ് ലോക്കൽ പ്ലേസ് എന്ന് പറയാൻ കാരണം ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് വേസ്റ്റാണ് ഗൈസ്. എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ വരുമ്പോൾ മാക്സിമം വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു വിഷമം വരുമ്പോൾ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്പേസുകളല്ല ഇതൊക്കെ. നമ്മളിവിടെ എന്നും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇവിടെ എൻ്റെ കൈവരിയും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, നിങ്ങൾ കാണാമോന്ന് അറിയത്തില്ല. അതുകൊണ്ട് കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൈവരിയും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. എക്കോ ടൂറിസമാണ്. അപ്പം ഇനി അങ്ങോട്ടാകുമ്പം ഇതെല്ലാം ഓക്കെ ആയി, എന്താ പറയുക, കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും ഇവിടെ.
അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. അങ്ങോട്ട് ഇനിയും കുറച്ചും കൂടെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വീഡിയോസിൽ കണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ട് ഇത്രയൊന്നും അല്ലായിരുന്നു, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ അടുത്ത വീഡിയോസിനൊക്കെ ഉള്ള പ്രചോദനമാണ് ഗൈസ്. അപ്പോൾ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് ബാക്കിലുള്ള മലയും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ വന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. സോ നമ്മൾ എന്താ പറയുക, വെട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂളിംഗ് ഗ്ലാസിൻ്റെ കുഴപ്പമാണ്, നല്ല കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, ഇപ്പോൾ എന്താ പറയുക, വെട്ടം കുറച്ച് കുറവാണ്. കാരണം മഴക്കാറുണ്ട്, നല്ല രീതിക്ക് മഴക്കാർ കാണിക്കുന്നുണ്ട്. സോ വെട്ടം കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. ഇനി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കുറച്ച് പേര് ഇവിടെ കണ്ടായിരുന്നു, ആരും കാണില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ടും സ്ഥലങ്ങൾ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം എന്താ പറയുക, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും അറിയത്തില്ല. എന്നാലും ഏകദേശം നമ്മൾ ആ ഒരു റിഡ്ജിലെത്തിയപ്പോൾ ഉള്ള വ്യൂസ് ഇങ്ങനെയാണ് ഗൈസ്. ചുറ്റിനും മലകളാണ്. മലയുടെ അവിടെ നിന്ന് നമ്മൾ താഴോട്ടത് ഇങ്ങനെ ഒരു റിഡ്ജ് ഇറങ്ങിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ അകത്തോട്ടാണ്, മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഞാൻ ഫോറസ്റ്റിൻ്റെ അകത്തുകൂടി ഈ സ്പേസ് എത്തിക്കുകയാണ്. ഇത് നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക, ഈ സ്ഥലത്തിൻ്റെ ഇൻട്രോ കൊടുക്കുമ്പോൾ തന്നെ കാണിക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെ ക്യാൻഡിൽ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ കാണാം. കുറച്ചേ ഉള്ളൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതാണ്ട് ഇതുവഴി ഒരു റിഡ്ജിങ്ങിൽ ഇറങ്ങി താഴോട്ടാണ് വന്നത്. അതവിടെ ഇപ്പം ഇങ്ങോട്ടൊക്കെ ഫോറസ്റ്റാണ്. നല്ല മഴ വരുന്നുണ്ട് ഗൈസ്. സോ നമുക്ക് മഴയ്ക്ക് മുമ്പ് ഇവിടെ എല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങാം. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, മഴ പെയ്താൽ ഇവിടെ അങ്ങനെ എത്ര പെട്ടെന്ന് നനയത്തില്ല. കാരണം നല്ല റിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ എവിടെയെങ്കിലും ഇരുന്നാലും ശരിയില്ല. വേണ്ട, ഇതിപ്പോൾ ഒരു സ്പേസ് ഉള്ളപ്പോൾ അവിടെ മൊത്തം ചീട്ട് കളിയും വെള്ളമടിയൊക്കെയാണ് ഗൈസ്. കളിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഫോറസ്റ്റിലോട്ടൊക്കെ ഒന്ന് വൈബ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇടായിരുന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഉണ്ട് അവിടെയൊക്കെ കംപ്ലീറ്റ് വേസ്റ്റാണ് ഗൈസ്. അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതുപോലെയുള്ള സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേക സുഖമാണ് ഗൈസ്. ഇപ്പോൾ ഈ കാട്ടിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ മൃഗങ്ങളും കാണും, അത് നമുക്ക് വിഷയമേ ഇല്ല. നമ്മൾ അവരെ ഉപദ്രവിക്കരുതെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കത്തില്ല ഗൈസ്. ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഈ സ്ഥലമൊക്കെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ആയിരിക്കും കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷമായിരിക്കും ഇപ്പോൾ സ്പൈഡർമാൻ വിട്ട വലയിൽ കുടുങ്ങി ഗൈസ്. കുറച്ച് നേരം ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കാം, എങ്ങനെയായിരിക്കും ഇത് നോക്കാം ഫീല്. നമ്മൾ ബൈക്കെല്ലാം കൊണ്ടിരിക്കാൻ പോയാൽ കൊതുകുതിരിയൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. ഇവിടെ വെള്ളം നനയുമെന്നും അറിയത്തില്ല. എന്തായാലും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുറത്ത്. ഇങ്ങോട്ട് നമ്മുടെ സിറ്റിക്കകത്തൊക്കെ ഭയങ്കര ചൂടാണ് ഗൈസ് ഈ സമയത്ത്. ഇവിടെ പക്ഷേ എന്തോ ഇന്ന് ഞാൻ വന്നതുകൊണ്ടാണോ അതല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ തന്നെയാണെന്നൊന്നും അറിയത്തില്ല. മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയും കാര്യങ്ങളൊക്കെ മുകളിലാണ്, കുഴപ്പമില്ല. ലോക്ക് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക,
എന്തായാലും മഴ തോരുന്നവരും ഇവിടെ ഇരിക്കാം. ഞാൻ റെയിൻകോട്ടും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ആകപ്പാടെ ഈ ഒരു റൈഡിങ് ജാക്കറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ എന്താ പറയുക, മഴ തോരുന്നവരെ നമുക്ക് ഇവിടെ നിന്നിരിക്കാം. നോക്കാം ഗൈസ്, ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഇതൊരു എന്താ പറയുക ഗോവയ്ക്കകത്ത് മഴ എക്സ്പീരിയൻസ് ചെയ്യുന്ന. നമുക്ക് കാട്ടിനുള്ളിൽ മഴ എങ്ങനെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളം വീഴുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറേണ്ടി വരും. എന്തായാലും നോക്കാം ഗൈസ്. മഴ വലിയ മഴയാണെന്ന് പ്രതീക്ഷിക്കുന്നു, നല്ല രീതിക്ക് ഇരുണ്ട് കിടക്കാണ്. സോ നല്ല മഴയാണെന്ന് പ്രതീക്ഷിക്കുന്നു. തോന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മഴയിൽ നനഞ്ഞുകൊണ്ട് പുറത്തിറങ്ങേണ്ടി വരും. കാരണം എന്താ പറയുക, അധിക നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ലോക്കൽ പ്ലേസാണ്. സോ എങ്ങനെയായിരിക്കും എന്താ പറയുക ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്നും അറിയത്തില്ല. സോ അധിക നേരം ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. മാക്സിമം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മഴ തോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ തോന്നിട്ട് പോവാം. സോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മഴ തോർന്നതിന് മുമ്പേ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഗൈസ്. അപ്പോൾ എന്താ പറയുക, വേറെ ഒന്നുമില്ല, നമുക്ക് കാടിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കാം. ചുമ്മാ ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മഴ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും നമുക്ക് മഴ തോരണവരെ ഇവിടെ ഹോൾഡ് ചെയ്തേ പറ്റുള്ളൂ. മഴ തോന്നതിന് ശേഷം ഇവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സും കൂടെ എടുത്തിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് തെറിക്കാൻ വേണ്ടിയിട്ട്. സോ മഴ തോരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്കത് മഴയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം ഗൈസ്. ഒരു പ്രത്യേക സുഖമാണ് ഗൈസ് ഒറ്റയ്ക്കൊക്കെ വന്നിങ്ങനെ ഇരിക്കാനൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. നല്ല ഇടി വെട്ടുന്നുണ്ട് ഗൈസ്, നല്ല ഇടി വെട്ടുന്നുണ്ട്. എന്താ പറയുക, പറയാനായിട്ടൊന്നുമില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ, എന്തൊക്കെയല്ലേ ഉള്ളൂ. സോ വന്ന് നോക്കണം ഗൈസ്, ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കണം. അത്യാവശ്യം നല്ലൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ലോക്കൽ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ അവരുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, കാട്ടിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. കാട്ടിനകത്തും ഈ ഗോവയ്ക്കകത്തുമെല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഒന്നുമില്ല, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, മഴയെ കണ്ടുകൊണ്ടിരിക്കാം ഗൈസ്. ഇടി വെട്ടുന്നുണ്ട്, അത് പറയാനാണെങ്കിൽ ഇപ്പം ഒന്നുകൂടെ ഓൺ ചെയ്ത് ഇടി വെട്ടുന്നുണ്ട്. നല്ല രീതിക്ക് ഇടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മഴ നല്ല രീതിയിൽ തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിവിടെ ഹോൾഡ് ചെയ്യാം. ഏത് നടക്കും എന്നൊക്കെ നോക്കാം ഗൈസ്. എൻ്റെ വണ്ടി ഓപ്പണിലാണ് ഇരിക്കുന്നത്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും കാണത്തില്ല. കാറ്റ് വലുതായിട്ടില്ല ഗൈസ്, കാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിലും കൊച്ചവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നോക്കാം ഗൈസ്, നമുക്കിവിടെ കാട്ടിനകത്ത് എന്തായിരിക്കും. മിക്കവാറും ഞാൻ ഈ ആഡിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ടൂറിൽ ഇടുന്നു എനിക്കോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. എന്തായാലും മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്, നമുക്കിവിടെ റെയിൻ എൻജോയ് ചെയ്യാം. ഗൈസ് പെട്ടെന്ന് ഇവിടെ ഇരുട്ടായിപ്പോയി, രാത്രി ആയതാണ് തോന്നണ. മഴ നല്ല രീതിക്ക് പെയ്യാണ്, പറയൊക്കെ ചോർന്നൊലിക്കുന്നെന്ന് തോന്നുന്നു. നോക്കിക്കോ, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലൊന്നും കിട്ടത്തില്ല ഈ ഒരു ഫീല്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കാണ്. കാട് മൊത്തം ഇരുട്ടായി, പുറത്ത് നല്ല മഴയാട്, നല്ല ഇടിയും വെട്ടുന്നുണ്ട്. മഴ ഇപ്പം തോരുന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, വെള്ളം എടുത്തിട്ടില്ല. സോ വിഷയമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, സീനൊന്നുമില്ല. പുറത്തിറങ്ങിയ ഉടനെ കഴിക്കാം. എന്തായാലും മഴ തോന്നാലേ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. വിചാരിച്ചതുപോലെയല്ല, നല്ല രീതിക്ക് മഴയുണ്ട്, നല്ല മഴയാണ്. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഓൾ ബൈ മൈ സെൽഫ്. മഴ ഒരുവിധം തോർന്നിട്ടുണ്ട്, എന്നാലും ഫുള്ളായിട്ട് തോർന്നിട്ടില്ല. പക്ഷേ നമുക്കിവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ബാക്കിലോട്ട് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ലായിരിക്കും. ഞാൻ ബാക്ക് ക്യാമിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്ഥലമല്ല, ഇത് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ സ്ഥലമാണ്, എന്താ പറയുക, അവരുടെ ടെറിട്ടറിയിലോട്ട് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം എന്താണ് കാരണം, ഞാൻ പറയാൻ കാരണമെന്ന്. ഓക്കെ,
ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ, ഇത് ഫുള്ള് കരിച്ച പോലത്തെ എന്തോ ഒരു സാധനമാണ്. എല്ലായിടത്തും ഉണ്ട്, കുറേ ഉണ്ട്, കുറേ ലോഡ്സ് ഓഫ്. കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് അവരുടെ ടെറിട്ടറിയാണ്. പാൻറ്റിലും എല്ലാം കയറുന്നുണ്ട്, ബാഗിലൊക്കെ കയറുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നടന്നേ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ കുറേ എണ്ണത്തിന് ഞാൻ വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും. സോ എന്തായാലും നമുക്ക് ഇറങ്ങി നടക്കാം, മഴയൊന്നും പ്രശ്നമില്ല. എന്താ പറയുക, മൊബൈലൊക്കെ വെള്ളം നനയാതിരിക്കാൻ വെക്കാനൊക്കെ ഉള്ള കവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ നോ സീൻ, ഞാൻ നനയും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, ഒരു വിഷയമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാം. ഇവിടെ ഇരുന്ന് ഇനി കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കാടോട് കൂടി ഇളകി വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 1-2 എണ്ണമൊക്കെ ദേഹത്ത് കയറുന്നുണ്ട്, അതിനെല്ലാം ഞാൻ തട്ടി കളഞ്ഞു. എന്തായാലും നമുക്കിവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടുത്തെ അവസാനത്തെ ഷോട്ടാണ്. മഴയിൽ എല്ലായിടം നനഞ്ഞ് കോന്ന് നിൽക്കുകയാണ് ഗൈസ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത മഴ ചിലപ്പം തോന്നുന്നു വരത്തില്ല. ഇവിടെ ലൈറ്റായിട്ട് തോന്നുന്നു നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ഫോഗ് കയറിയില്ലെന്നൊന്നും അറിയത്തില്ല. കംപ്ലീറ്റ് നല്ല മഴയാണ്. ഫോൺ IP പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ എൻ്റെ കൊച്ചു തോടെ ഇരിപ്പുണ്ട്, കാണാമോ? ഓക്കെ, എൻ്റെ കൊച്ചു തോൽ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ടാണ്, ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ ഗൈസ്. ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയ വഴിയാണ്. പോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു മരം റോഡിൽ കൂടെ വീണിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തിലോട്ടൊക്കെ വരുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക. റോഡ് കംപ്ലീറ്റ് ആയിട്ട് മരം വന്ന് വീണ് മൂട്ടിരിക്കുകയാണ്. സൈഡിൽ കൂടെ വേണമെങ്കിൽ പോകാം, ഞാൻ ആ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ വന്നത്. സോ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ വരുമ്പോൾ മാക്സിമം സൂക്ഷിച്ചൊക്കെ വരിക. ഓക്കെ ഗൈസ്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്, ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഓക്കെ.